ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്കൂൾ കോളേജ് മാർക്കറ്റിംഗ് മാസ്റ്റർ ക്ലാസ് എന്നതിനെ പറ്റിയിട്ടാണ്. അതായത് സ്കൂളുകളിലും കോളേജുകളിലും ഇത്രയധികം മാർക്കറ്റിംഗ് ചെയ്തിട്ടും എന്തുകൊണ്ട് നമ്മുടെ അഡ്മിഷൻ പാനലുകൾ ഫില്ലാവുന്നില്ല? അപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് ശരൺ സാറാണ്. അദ്ദേഹത്തിന് 10 വർഷത്തിലധികം പ്രായോഗിക മാർക്കറ്റിംഗ് പരിചയവും 200-ലധികം സ്ഥാപനങ്ങളുമായി പ്രവർത്തിച്ച അനുഭവമാണുള്ളത്. അപ്പോൾ സാറിന്റെ പുസ്തകമായ കോളേജ് മാർക്കറ്റിംഗ് മാസ്റ്റർ ക്ലാസ് എന്ന യെസ്. 30 അധ്യായമുള്ള ഒരു പുസ്തകം. അതിന്റെ ഓക്കെ. പിന്നിലെ സാറിന്റെ പ്രചോദനം എന്തായിരുന്നു? സുൽഫിന, 10 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രചോദനം. അതായത് ആഹ്, എന്തുകൊണ്ടാണ് ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് മാർക്കറ്റിംഗ് പരാജയപ്പെടുന്നത്? അതിന് പിന്നിൽ അവർക്ക് സിസ്റ്റം എന്നില്ല. മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പരാജയപ്പെടുന്നത്. ഈ സിസ്റ്റം എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുക്ക് എഴുതിയത്. പബ്ലിഷ് ചെയ്തത്. ഓക്കെ, സാറിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് 90% മാർക്കറ്റിങ്ങുകളും കോളേജിലും സ്കൂളുകളിലുമായി പരാജയപ്പെടുന്നുണ്ടെന്ന്. അപ്പൊ അതിനുള്ള കാരണം എന്താണ് സാർ? കോളേജുകൾ, സ്കൂളുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ മാർക്കറ്റ് ചെയ്യുന്നത് ഒരു ഹോപ്പ് മാർക്കറ്റിംഗ് രീതിയാണ്. ഹോപ്പ് മാർക്കറ്റിംഗ് രീതി എന്ന് പറഞ്ഞാൽ കൃത്യമായ ഡാറ്റയുടെയോ ഓട്ടോമേഷൻ്റെയോ സിസ്റ്റത്തിൻ്റെയോ ആനുകൂല്യമില്ലാതെ അത്തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യാതെ ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ചെയ്യുക. അവരുടെ സ്കൂൾ ബസ്സിൻ്റെ പിന്നിൽ ഒരു ബോർഡ് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഒരല്പം മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയയിൽ ചെയ്യുക, പാരൻസിൻ്റെ മുന്നിലൊക്കെ അങ്ങനെ കുറച്ചൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യും. കാര്യമായിട്ടുള്ള ഒരു സിസ്റ്റമോ ഒരു രീതിയോ ഇല്ല. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെന്ന് വെച്ചാൽ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്യും. പക്ഷെ അതിലും എന്തില്ല, ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ അവർ അതായത് ഈ ശ്രമിക്കുന്നില്ല. അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റം വേണം. മാർക്കറ്റിങ്ങിൽ ഒരു സിസ്റ്റം വേണം. ഓക്കെ. അപ്പോ സാറിന്റെ പുസ്തകത്തിൽ പറയുന്ന നീഷെ സ്പെസിഫിക് കോളേജുകളുടെയും സ്കൂളുകളുടെയും കാര്യത്തിൽ എത്രത്തോളം ഗെയിം ചേഞ്ചർ? അതായത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്കൂള്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കോളേജ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതിനപ്പുറത്തേക്ക് ഓരോ സ്പെസിഫിക് കാര്യങ്ങൾക്ക്, ഉദാഹരണത്തിന് എൻ്റർപ്രണർ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ പഠിപ്പിക്കുന്ന ബിസിനസ്സാണ്. അതല്ലെങ്കിൽ AI മാത്രം പഠിപ്പിക്കുന്ന ഒരു കോളേജ്, അവിടെ എല്ലാ സെക്ടറിൻ്റെയും AI ആണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ സ്കൂളിലാണെന്ന് വെച്ചാൽ IAS അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സ്കൂള്. അപ്പോൾ ഇങ്ങനത്തെ സ്കൂളുകൾ ചെയ്താൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്താൽ, അല്ലെങ്കിൽ കോളേജസ് ചെയ്താൽ അവരെ ആളുകൾ തേടിയെത്തും. ഈ കാറ്റഗറിയിലുള്ള ആളുകൾ തേടിയെത്തും. എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാം കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഒരു നീച്ച് സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രമാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ഡെമോഗ്രഫിക്സിനെക്കാട്ടിലും സൈക്കോഗ്രഫിക്സ് ആണ് മാർക്കറ്റിംഗിൽ മുന്നിട്ട് നിൽക്കേണ്ടത് എന്ന് താങ്കൾ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അതായത് ഡെമോഗ്രാഫിക്സ്, സൈക്കോഗ്രാഫിക്സ് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ സൈക്കോഗ്രാഫിക്സ് ആണ് തീരുമാനമെടുക്കാൻ സഹായിക്കുന്നത്. അവസാന നിമിഷം തീരുമാനം എടുക്കുന്നത്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യും. ലോജിക്കലായിട്ടുള്ള ഡാറ്റകളൊക്കെ വിശകലനം ചെയ്തതിന് ശേഷം അവസാനം നമുക്കൊരു ഇഷ്ടം തോന്നിയിട്ട്, ചിലപ്പോൾ അവിടെ കണ്ടിരിക്കുന്ന ഒരു എൻവയോൺമെൻ്റ് ആവാം, അവിടെ കണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ ആവാം, അവരുടെ അലുമിനീസ് പറഞ്ഞതായിരിക്കാം, അവരുടെ ഫ്രണ്ട് അവിടെ പഠിച്ചിട്ടുണ്ടാവും, അവർ പറഞ്ഞതായിരിക്കാം. അങ്ങനെ ഒരു സൈക്കോഗ്രാഫിക് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടാണ് ഒരു കുട്ടി അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മാതാപിതാക്കളുടെ സുരക്ഷാ ആശങ്ക അതിപ്പോ വലിയ രീതിയിൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കാമോ സാർ? സുരക്ഷാ ആശങ്ക ഒരു ഒരു അടിപൊളി മെത്തേഡാണ്. കാരണം ജനങ്ങൾക്ക് ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്ന പ്രശ്നങ്ങൾ, അതേമാതിരി ലേഡീസിനും ഗേൾസിനുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് സ്കൂളുകളും കോളേജുകളും ഒക്കെ ഫേസ് ചെയ്യുന്നു. ഇതൊന്നും ഇല്ലാത്ത കോളേജ് അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടേക്ക് ആളുകൾ ഓടിയെത്തും. അപ്പോൾ ഈ സുരക്ഷാ ആശങ്ക ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ ഒരു കോളേജിന്റെ ബ്രാൻഡ് അതോറിറ്റി എങ്ങനെ നമ്മൾക്ക് നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാം? കോളേജുകളുടെ ബ്രാൻഡ് വിശ്വാസ്യതയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഒരുപാട് കളറുകളോ നിറങ്ങളോ ഒന്നും ആവരുത് അതിൻ്റെ കാര്യങ്ങൾ. അതിൽ വിശ്വാസ്യത, ട്രസ്റ്റിനാണ് പ്രാധാന്യം. ഇപ്പം ട്രസ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം. അവരുടെ സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ്, അവിടെയുള്ള കാര്യങ്ങൾ, അവിടെയുള്ള കുട്ടികൾക്കുള്ള ഫെസിലിറ്റീസ്, അവിടെയുള്ള സെക്യൂരിറ്റി, അവിടെയുള്ള കുട്ടികളുടെ റാങ്കുകൾ, അങ്ങനെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ
ആ ബ്രാൻഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ടെസ്റ്റ് ഡ്രൈവ് പ്രിൻസിപ്പിൾ അതെങ്ങനെയാണ് മാർക്കറ്റിംഗിൽ പ്രവർത്തിക്കുന്നത്? അതായത് എന്ത് കാര്യം നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പും അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ക്ലാസ് ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഒരു ക്ലാസ്, ഒരു ദിവസത്തെ ക്ലാസ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ക്ലാസ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അത് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ കിട്ടുന്ന കുട്ടികൾക്ക് ഇവിടുത്തെ ക്ലാസ്സുകൾ കൊള്ളാം എന്ന് മനസ്സിലാക്കി അഡ്മിഷൻ കിട്ടും. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് പ്രിൻസിപ്പിൾ ഒരു ദിവസത്തെ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ സ്കൂളിൽ അവർ വെറുതെ ചില വരട്ടെ. സ്കൂളുകളിൽ വെക്കേഷൻ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് പോലെ. അതെ അതെ ഒരു ദിവസം അവർ വെറുതെ വരട്ടെ നമ്മുടെ സ്കൂളിൽ, ഫീസൊന്നും അടയ്ക്കണ്ട, നമ്മളെ കോളേജിൽ വെറുതെ വന്ന് നമ്മളെ ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യട്ടെ. അങ്ങനെ വരുമ്പോൾ അവർക്കത് മനസ്സിലാവുമല്ലോ ക്ലാസ്സുകൾ എങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം വളരെ നല്ലൊരു അപ്രോച്ചാണ്. സർ, 5 മിനിറ്റ്സ് ലീഡ് റെസ്പോൺസ് അതെങ്ങനെയാണ് നമ്മളുടെ മാർക്കറ്റിംഗിൽ കുറച്ച് നല്ല രീതിയിൽ നിർണായകമാകുന്നത്? അത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു റൂളാണ് 5 മിനിറ്റ് റൂൾ. ഈ 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഒരു എൻക്വയറി കിട്ടിയാൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു SMS അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഇവർക്ക് പോകണം. അതൊക്കെ അത്തരത്തിലുള്ള റെസ്പോൺസ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആളുകളുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേറൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. 30 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവർ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മിനിറ്റിനുള്ളിൽ കാര്യങ്ങൾ അവരുടെ അടുത്തേക്ക് എത്തണം. ഇപ്പോൾ AI കാലഘട്ടമാണ്. ഒരുപാട് AI മാർക്കറ്റിങ്ങുകൾ വരുന്നുണ്ട്. അപ്പോൾ AI ഓട്ടോമേഷൻ എങ്ങനെയാണ് മാർക്കറ്റിംഗ് രംഗത്ത് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നത്? എക്സാക്ട്ലി. AI ഓട്ടോമേഷൻ, അതായത് നമ്മൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒരു AI ഏജന്റ്, ഒരു ചാറ്റ് ബോട്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ആയിട്ടുള്ള ഒരു ഫണൽ സിസ്റ്റം നമുക്കുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള വരുന്ന മെസ്സേജുകൾക്കൊക്കെ ഫസ്റ്റ് കോൾ, ഫസ്റ്റ് മെസ്സേജ്, ഫസ്റ്റ് വാട്സപ്പ് മെസ്സേജ്, ഫസ്റ്റ് ഇമെയിൽ, ഇതെല്ലാം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഒരു മാനുവലി ആയിട്ട് ഒരു വ്യക്തിനെ സഹായമില്ലാതെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അഡ്മിഷൻസ് വളരെയധികം 2 to 5% ആണ് കൺവേർഷൻ റേറ്റ് എങ്കിൽ അത് 10 to 20% ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ AI ഉപയോഗം കൊണ്ട് സാധിക്കും. സോ, കോളേജുകൾ നിരീക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട KPIകൾ എന്തൊക്കെയാണ്? മാർക്കറ്റിംഗ് KPIകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലീഡിന് എത്ര കോസ്റ്റ് ചിലവായി, കോസ്റ്റ് പെർ ലീഡ് CPL, ഒരു അക്വിസിഷന്, അതായത് ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചിലവായി, കോസ്റ്റ് പെർ അക്വിസിഷൻ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ കോളേജുകളായിക്കോട്ടെ, സ്കൂളുകളായിക്കോട്ടെ, ഏത് കോളേജ് എടുത്താലും സ്കൂളുകൾ എടുത്താലും സോഷ്യൽ മീഡിയയിൽ മിക്ക കോളേജുകളും ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ നല്ല നല്ല കണ്ടന്റ് ഇടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒമ്നി ചാനൽസ് പ്രസൻസ് എങ്ങനെയാണ് കോളേജ് മാർക്കറ്റിംഗിൽ പ്രവർത്തിക്കുന്നത്? അതായത് നമ്മൾ എല്ലായിടത്തും കുട്ടികളുണ്ട്. വാട്സപ്പിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഇനി യൂട്യൂബ് ഷോർട്സിലുണ്ട്. അതേപോലെ തന്നെ അവർ ബസ്സിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, മെട്രോയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലായിടത്തും നമ്മളുടെ പ്രസൻസ് ഉണ്ടാവണം. ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് മാത്രം അതുകൊണ്ട് കാര്യമില്ല. എല്ലായിടത്തും കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ്, അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും കൃത്യമായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഒമ്നി ചാനലായിട്ട് ചെയ്യുന്നതാണ് സക്സസ്ഫുൾ ആവുക. ഒരു കോളേജിന്റെ ഏറ്റവും ശക്തമായ സെയിൽസ് ഫോഴ്സ് അലൂമിനി ആണെന്ന് താങ്കൾ പറയുന്നുണ്ട്, ഒന്ന് വിശദീകരിക്കാം. ഏറ്റവും ഒരു കുട്ടി നമ്മളുടെ കോളേജിൽ വന്ന് ജോയിൻ ചെയ്യുന്നത് അവർ ഒരു പ്രിൻസിപ്പൾ പറയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ കുടുംബത്തിലെ ആരെങ്കിലും ഒക്കെ ആ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതായിരിക്കും പ്രാധാന്യം കിട്ടുക. അപ്പോൾ അലുമിനീസിനെ നന്നായിട്ട് നോക്കി, അലുമിനീസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ജോബിലൊക്കെ കയറി എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കോളേജ് സ്കൂൾ ഇനി ഗ്രോ ചെയ്യത്തുള്ളൂ. ഒരു ഇൻഡസ്ട്രി പാർട്ട്ണർഷിപ്പ് അതെങ്ങനെയാണ് അഡ്മിഷൻസിലേക്ക് കൺവേർട്ട് ആകുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ഇൻഡസ്ട്രി എന്താണ് ആഗ്രഹിക്കുന്നത്? ഓക്യുപ്പേഷൻ, അതായത് ജോബ് സ്റ്റാൻഡേർഡിൽ കുട്ടികളെ കൊണ്ടുവരിക. ഇത്തരത്തിലുള്ള കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജുകൾ ഇൻഡസ്ട്രികളുമായിട്ട് MOU സൈൻ ചെയ്ത് ഇൻഡസ്ട്രി ലെവൽ കോഴ്സസ് ഒക്കെ കോളേജ് സ്കൂളുകളിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് വളരെയധികം പ്രാധാന്യമുണ്ട്. അത്തരത്തിലുള്ള കോഴ്സുകൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അഡ്മിഷൻസ് ഉണ്ടാക്കാനും സാധിക്കും. ഒരു സ്ഥാപനത്തിന് ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ
മാർക്കറ്റിംഗ് ടീം എങ്ങനെയാണ് അവിടെ അതിനെ ആ ഒരു ക്രൈസിസിനെ എങ്ങനെ കൊണ്ടുപോകണം? അതായത് ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റിനെ കുറിച്ചാണ് ഈ ക്വസ്റ്റ്യൻ. അതായത് നമ്മളുടെ റെപ്യൂട്ടേഷൻ ഓൺലൈനിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വേർഡ് ഓഫ് മൗത്തിലൂടെ ആളുകൾ പറയുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ഒരാളുടെ റിവ്യൂ, അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂ, ഫേസ്ബുക്ക് റിവ്യൂ, ഇൻസ്റ്റാഗ്രാമിൽ റിവ്യൂസ് ഒക്കെ വളരെ കൃത്യമായിട്ട് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രശ്നം ഉണ്ടായി, റാഗിങ്ങിൽ ഒരു കുട്ടീൻ്റെ റാഗിങ് നടന്നു കോളേജിൽ, അല്ലെങ്കിൽ ഒരു ഒരു മയക്കുമരുന്ന് പിടിക്കപ്പെട്ടു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും മറച്ചു വെക്കാതെ അത് ലീഗലായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അത് പബ്ലിക്കായിട്ട് സംസാരിച്ച് ഇന്ന പ്രശ്നം ഉണ്ടായി, ഇന്ന കുട്ടിയുടെ അടുത്ത് ഉണ്ടായി, ഇനി വരാതിരിക്കാൻ എന്തൊക്കെ മെഷർമെന്റ്സ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പബ്ലിക്കായി പറയുന്നതായിരിക്കും അനുയോജ്യമായിട്ടുള്ള കാര്യം. ഈ AR VR ക്യാമ്പസ് ടൂറുകളൊക്കെ എങ്ങനെയാണ് അഡ്മിഷൻസുമായിട്ട് പ്രവർത്തിക്കുന്നത്? അടുത്ത ജനറേഷന്, അതായത് അടുത്ത ജനറേഷൻ ഓഫ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഓഗ്മെൻറ്റ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റിന് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടി കോളേജുകൾ, സ്കൂളുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ട്സുകൾ ഫോക്കസ് ചെയ്യണം. അവരുടെ കോളേജിൻ്റെ AR വീഡിയോസ് അല്ലെങ്കിൽ VR വീഡിയോസ് ഒക്കെ പബ്ലിക്കലി അവൈലബിൾ ആക്കുകയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അത് കാണാനും അവരുടെ കോളേജിലെ വിർച്വൽ എൻവയോൺമെൻറ്റിൽ പഠിക്കാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടാകും. ഈ ഗ്ലോബൽ സ്റ്റുഡൻറ് പ്ലേസ്മെന്റ് റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ് ഇന്ത്യൻ കോളേജുകൾക്ക് അവസരം ഒരുക്കുന്നത്? ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ കേരളത്തിനെ ഒരു ലോ കോസ്റ്റ് എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാം. ഇപ്പം നമ്മളുടെ നാട്ടിൽ നിന്ന് കുറേ പേര് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ അറബ് കൺട്രീസിൽ നിന്നും ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നീച്ചർ സ്പെസിഫിക് ആവണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കേന്ദ്രമാവുക, അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പിൻ്റെ ഒരു കേന്ദ്രമാവുക, അങ്ങനത്തെ കോളേജുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ചെയ്ത് പുറത്തുനിന്നുള്ള ആളുകളെ കൊണ്ടുവരാൻ പറ്റും. കോളേജ് മാർക്കറ്റിംഗ് മാസ്റ്റർ ക്ലാസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജുകൾക്ക് താങ്കൾ കൊടുക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് എന്താണ്? 8 മണിക്കൂറിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 8 മണിക്കൂറിൻ്റെ ഈ മാസ്റ്റർ ക്ലാസ്സിൽ 120 പേജുള്ള ഈ ബുക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഗോൾഡൻ പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം. അതിന് വേണ്ട ഫോംസുകൾ, അതിന് വേണ്ട KPIകൾ, അതിന് നിങ്ങളുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇത് 8 മണിക്കൂറിൻ്റെ ക്ലാസ്സസ് നമ്മൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ, വിവിധ സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുക്കും നിങ്ങൾക്ക് തരാം. അതേപോലെ തന്നെ ഞാനിതെല്ലാം ഓരോന്നായിട്ട് പഠിപ്പിച്ചു തരാം. അത് കൃത്യമായി ഫോളോ ചെയ്താൽ, അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്പർ 1 പൊസിഷനിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് കോളായിട്ട് ലഭിക്കും. ഇനി ഇൻവിറ്റേഷൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഈ വീഡിയോയിൽ. അതിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാം. ഇത് നല്ലൊരു അവസരമാണ്. എങ്ങനെ ഒരു കോളേജ്, സ്കൂൾ മാർക്കറ്റിങ്ങിൽ നമുക്ക് ബാക്കിയുള്ള ഘട്ടങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഈ വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. എക്സാക്ട്ലി. വിദ്യാഭ്യാസം അതൊരു ഉത്തരവാദിത്തമാണ്. അഡ്മിഷൻസുകൾ ഒരു നമ്പർ ഗെയിം ആക്കി മാറ്റാതിരിക്കുക. നിങ്ങൾ ശരിയായ സ്ട്രാറ്റജി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഓരോ സ്ഥാപനവും പ്രഡിക്റ്റബിളും സ്റ്റേബിളും സ്കെയിലബിളുമായിട്ടുള്ള അഡ്മിഷൻസ് ലഭിക്കുന്നതായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു റോഡ് മാപ്പാണ് ഈ പുസ്തകവും അതിൻ്റെ കൂടെയുള്ള വർക്ക്ഷോപ്പും. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫ്രണ്ട്സ്.